തിരുവനന്തപുരത്ത് മെയിൻ റോഡ് സൈഡിനടുത്ത് മനോഹരമായ ഒരു വില്ല കമ്മ്യൂണിറ്റി ഏരിയയ്ക്കകത്ത് പണി പൂർത്തീകരിച്ച ഒരു വീടിന്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തച്ചോട്ടുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 4.5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ നൽകൊണ്ടാണ് ഈ വീടിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്ക് വരാനുള്ള ദൂരം വരുന്നത്. ഇനി നമുക്ക് വീണ്ടും കോമ്പൗണ്ടിനുള്ളിലേക്ക് പോകാം. ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നൽകിയിട്ടുണ്ട്. 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട്. മുറ്റം മുഴുവനും കാണുന്ന പോലെ തന്നെ ഇന്റർലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്. കിണർ കൂടാതെ പൈപ്പ് ലൈൻ കണക്ഷനും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് നൽകൊണ്ടാണ് വീടിന്റെ ഫ്രണ്ട് ഏജ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ വുഡൻ വർക്ക്സ് മുഴുവനും തേക്കിലും ആഞ്ഞിലും പ്ലാവിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും അകത്തേക്ക് പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായ ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ മനോഹരമായ ഒരു TV യൂണിറ്റ് ഏരിയ എല്ലാം നൽകിയിട്ടുണ്ട്. വലിയൊരു സിറ്റിംഗ് ഏരിയക്ക് അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ലിവിംഗ് ഏരിയക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ മനോഹരമായ വാൾപേപ്പർ ഡിസൈൻസിലുള്ള വർക്ക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയും ലിവിംഗ് ഏരിയയും സെപ്പറേഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ വർക്ക്സിന് നിരവധി ഇമ്പോർട്ടൻസ് നൽകൊണ്ടാണ് ഈ വീടിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഡൈനിങ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ നിരവധി വാൾപേപ്പർ ഡിസൈൻസും പാർട്ടീഷൻ വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. എത്ര വലിപ്പമുള്ള ഡൈനിങ് ടേബിൾ വേണമെങ്കിലും ഡൈനിങ് ഏരിയയിൽ ഇടാവുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ മനോഹരമായ ഒരു വാഷ് സ്പേസിംഗ് കൗണ്ടർ കൂടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും കിച്ചണിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഓപ്പൺ മോഡുലാർ കിച്ചണാണ് വീടിന് നൽകിയിരിക്കുന്നത്. കിച്ചണിൽ ചിമ്മിനി സ്റ്റൗ എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് സ്പേസ് ഏരിയ നൽകിയിട്ടുണ്ട്. അതും ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ഏരിയ ആണ്. ഇതിനു പുറമെ കിച്ചന്റെ പുറത്തും ഒരു വർക്ക് സ്പേസ് ഏരിയ നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ വർക്ക് സ്പേസ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൽ വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡുമാണ്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഞങ്ങൾ ബാത്റൂമിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഈ കാണുന്ന വാള് മുഴുവനും ടെക്സ്ചർ വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡുമാണ്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഞങ്ങൾ ബാത്റൂമിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡുമാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വീടിന്റെ എല്ലാ ബെഡ്റൂമുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ എല്ലാ ബെഡ്റൂമുകളിലും വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡുമാണ്. ബാത്റൂമിലെല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബാൽക്കണിയിലോട്ട് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു സിറ്റിംഗ് ഏരിയയൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ബാൽക്കണിക്ക് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ വേണ്ടി പ്രത്യേക ഒരു റൂം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ടെറസിലോട്ട് പോകാം. നല്ലൊരു ആംബിയൻസ് ആണ് ടെറസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ കിണറും പൈപ്പ് ലൈനും തമ്മിൽ 2 ടാങ്കുകളെല്ലാം വെച്ചിട്ടുണ്ട്. 85 lakhs 85 ലക്ഷമാണ് ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ്. അത് തീർത്തും നെഗോഷ്യബിൾ ആണ്. ഇവിടെ നേരിൽ വന്നു കണ്ട് റേറ്റുകൾ സംസാരിക്കുന്നതുമാണ്. ഈ വീടിനെ കുറിച്ചോ ഈ വീട് സന്ദർശിക്കുന്നതിനോ വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.